പോയേനെ. ശരി, ഇതേതാണ് സ്ഥലം എന്ന് പറഞ്ഞ് കമന്റ് ഇടുവോ? കമന്റ് ഇടുന്നവർക്ക് 10 രൂപ ഗൂഗിൾ പേ. തിരഞ്ഞെടുക്കപ്പെടുന്ന 2 പേർക്ക് മാത്രം ഗൈസ്, കൂറ്റാൻ നിൽക്കരുത്.
അങ്ങനെ ഒന്നും പറയില്ല. അവർ ഓൾറെഡി ആ എമൗണ്ട് പറയും, സാധനം കാണിച്ചു തരും. വേറെ ഒന്നും അവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട മക്കളെ. എനിക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല, കാരണം അടിപ്പടായിരിക്കുമോ എന്നുള്ളൊരിതിൽ. പക്ഷെ മൂവി അടിപൊളി ത്രില്ലറാണ്, എല്ലാവരും പോയി കാണാം. അപ്പോൾ കോമഡി അടിപൊളി, നമ്മളെ ഒറിജിനൽ എന്ന് പറയുന്നത് കോപ്പിറൈറ്റിന് കേസ് കൊടുക്കും. പോയിക്കൊണ്ടിരിക്കുകയാണ് കൊടൈക്കനാലിലോട്ട്. കൊടൈക്കനാലിലേക്ക് പൊള്ളാച്ചി ഹൈവേ ആണ്. ഗൂഗിൾ മാപ്പിൽ കാർ ഇട്ട് വെച്ചു, ബൈക്ക് ബുള്ളറ്റിൽ പോണോണ്ട്. പക്ഷെ ബൈക്ക് ഇട്ടാൽ മതിയായിരുന്നു, നമുക്ക് അതേ തന്നെ റൂട്ട് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം നമ്മൾ പാലക്കാട് വഴി പൊള്ളാച്ചി റോഡിൽ കൂടിയാണ് പോകുന്നത്. ചായ കുടിക്കാൻ ജസ്റ്റ് ചായ ദോശ ഉള്ളു.
ഉണ്ട് കേട്ടോ കിച്ചൺ അല്ലേ തട്ടുകടയിലേക്ക്. ആരോ മെച്ചത് മതസൗഹാർദ്ദം. സുനികൾ അവിടെ പോകും, ചൈന പോകില്ല. അതൊന്നും പറയണ്ട. തമിഴ്നാട് എത്തി. തമിഴ്നാട് എത്താറായില്ലേ? പറമ്പിക്കുളം. മലയാളികളെ തമിഴന്മാരുടെ വേഗം കണ്ടുപിടിക്കാൻ പറ്റും കാഴ്ച. തമിഴത്തെ പെണ്ണ കണ്ടാ അറിയാൻ പറ്റുന്നത്. പാറ്റി കോഴി. അവര് കുറച്ച് ഓർണമെന്റ്സ് ഇത്തിരി അധികം വേറൊരു സ്റ്റൈലായിരിക്കും. നമ്മളെന്നാ നേരെ തിരിച്ചാ സിമ്പിൾ ആറ്റിറ്റ്യൂഡ്. ഗാലറി ആ പള്ളി അപ്പുറത്ത് ധാരാളം. നമ്മൾ ബോർഡർ കേരള പോലീസ് എന്നുള്ളത് വെച്ചത് മാറ്റി നമ്മൾ പൊള്ളാച്ചിയിലോട്ട് പ്രവേശിക്കുകയാണ് ഗൈസ്. പക്ഷെ മലയാളത്തിൽ തമിഴിലൊക്കെ എല്ലാം എഴുതിയിട്ടുണ്ട്. മലയാളികളും വരുന്നുണ്ട് അല്ലേ? പറമ്പിക്കുളം അവിടെ അവിടെ എന്താ കാണാനുള്ളത്? ആരാണ് കമന്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല.
101 പെട്രോൾ. ഇതെന്താണ് വിമ്മലല്ലേ? വിമ്മലോ കാറ്റാടി ഇതൊന്നും കറങ്ങണില്ല, അപ്പുറത്തൊക്കെ കറങ്ങില്ല. ആ ബാക്കിയൊക്കെ വർക്കിംഗ് ആണ്.
മല കയറി. സൂം ചെയ്തല്ലോ. കാണാനും പറ്റുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റിയാൽ മാത്രം മതി, നിർബന്ധമൊന്നുമില്ല. ഹായ് ഗൈസ്, ഞങ്ങൾ കൊടൈക്കനാലിലേക്കുള്ള യാത്രയിലാണ് ഗൈസ്. അപ്പോൾ കൊടൈക്കനാലിൽ എല്ലാ കുറേ guys. അതാണ് നല്ലൊരു സ്പോട്ടാണ് നിർത്തിയതാണ് ഗൈസ്. ആന വരുമോ പുലി വരുമോ ഒന്നും അറിയില്ല. ഇപ്പോൾ പെട്ടെന്ന് എസ്കേപ്പ് ആവും അവിടുന്ന്. പൊളിയില്ലേ? നമ്മൾ വന്ന റോഡ് നോക്കി. ഞാൻ +2 പഠിക്കുമ്പോൾ ഒരു ഇട്ടിട്ടാണ്. പിന്നെ വന്നിട്ടില്ല കൊടൈക്കനാൽ. വണ്ടി ഓഫാക്കിയില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ചെറിയ റിസ്ക് ഉണ്ട്. അതുകൊണ്ട് നീ പോവാ ഏതാ ചേർപ്പിൻ്റെ കഴിഞ്ഞ് മുകളിലെത്തി. അപ്പം തണുപ്പ് കയ്യിലൊക്കെ നല്ല തണുപ്പ് കയറുന്നു ഗ്യാസ്. പൊള്ളി. നല്ല ദൂരമായിട്ട്
ഞാനിത് കണ്ടുവന്നിട്ട് വാ ഗൈസ്. ഞങ്ങളുടെ കൊടൈക്കനാൽ ഫസ്റ്റ് സ്പോട്ടിൽ വന്നു ഗൈസ്. ഇതിന് മുന്നത്തെ സ്പോട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിൽ വന്നു. നല്ല തണുപ്പുണ്ട്, അടിപൊളിയാണ് ഗൈസ്. ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് കയറാൻ പോകും ഗൈസ്. ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തായാലും അടിപൊളി സ്പോട്ടാണ്. ഈ കറുത്തിട്ടൊന്നും വെളുത്തിട്ടൊന്നുമില്ലല്ലോ. ഇതിന് കറുത്തൊന്ന് ഭയങ്കര സംശയം. പിന്നെ വാഹനം ഓടിച്ച് റോഡ് ഇത് വരുമ്പോൾ കുറച്ച് ഡാർക്ക് ആവുക ചെയ്യും. അതാണ് പ്രശ്നം. എന്തൊക്കെ സാധനം ഉണ്ടല്ലോ അവിടെ. ആ കുട്ടിൻ്റെ കാലിന് ചവിട്ടി. എനിക്കെന്താ പേരെന്താ, എന്താ പറയാൻ കണ്ടേ ഈ സ്പോട്ടിന് എന്താ പറയാ? അപ്പോൾ നമ്മളവിടെ ഈ കൊടൈക്കനാലിൽ ഏതാണ് എന്ത് പേരുണ്ട് അവിടെ തിരിഞ്ഞു? ഇൻക്രെഡിബിൾ ഇന്ത്യ. അഞ്ചുപൂട് ഫോൾസ്, ഏതൊരു വാട്ടർഫോൾസിൻ്റെ അവിടെ പോയി. എന്തായാലും അടിപൊളി, സൂപ്പർ അല്ലേ? ഓക്കെ വാ, നമുക്കിതൊരു കഴിക്കാം. എന്തായാലും കൊള്ളാം അല്ലേ? നമുക്ക് ഈ ഒരുപാട് സ്ഥലങ്ങൾ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടൈക്കനാൽ സ്പോട്ട് നമ്മൾ എന്ത് ചെയ്തു, കണ്ടു. കൊള്ളോ, ഫോട്ടോ എടുക്കാൻ അവിടെ ഗൈസ് 500 അതിനുള്ളതൊന്നും ഇല്ല ഗൈസ്. അത്രക്കൊന്നും നമുക്ക് ഫോൺ എടുക്കാം, ആരെയും കൊണ്ട് ഹെൽപ്പ് ചെയ്യാം, ഫോട്ടോ എടുക്കാം. ആയിരുന്നു. അങ്ങനെ യൂട്യൂബിൽ തപ്പിയപ്പോൾ കിട്ടിയത് ഹോട്ടൽ നോയമ്പുറ ഗൈസ്. ഞങ്ങളും അവിടെ എത്തി. ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ നമ്മൾ 2 പൊറോട്ട നമ്മൾ ഓർഡർ ചെയ്തു. അന്നേരം വെയിറ്റ് ചെയ്യുന്നു. ചില റൂം എങ്ങനെയുണ്ട്? റൂം അടിപൊളി, ഒന്നും പുറത്തായി പോയി. ഓഫ് റോഡ് ഗൈസ്. പക്ഷേ 600 രൂപ കിട്ടിയ റൂമ് അല്ലേ? 1700, 1800, 2000 രൂപയാണ് പുറത്തൊക്കെ റൂം. പക്ഷെ 5 രൂപ ഒരു 4 കിലോമീറ്റർ അകത്ത് ഒരു ഓഫ് റോഡൊക്കെ ഉള്ളവർക്ക് സെറ്റാണ്. 600 രൂപ കൊടുത്താൽ അടിപൊളി റൂം. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഫുഡ് കഴിച്ചിട്ട് ഇവിടെയൊക്കെ ഫുള്ളൊന്ന് കറങ്ങി നോക്കാം. തിരിച്ചിട്ടാൻ നല്ലോണം ഇരുട്ടാകുമ്പോഴത്തേക്കും റൂമിൽ കയറണം അല്ലേ? ഗൈസ് 170 ഇവിടെ ബിരിയാണിയാണ്. കുറച്ചുള്ള ഗൈസ് ബിരിയാണി വന്നു. ബിരിയാണി ഞങ്ങളുടെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി. ഇവിടെയാണ് സ്പോട്ട്. ഫുഡ് ക്വാണ്ടിറ്റി കമ്മിയാണ്, ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ പ്രൈസ് ഓവറാണ്, 170 രൂപ. കുഴപ്പമില്ല. ബട്ട് 50 രൂപ എക്സ്ട്രാ കൂടുതലല്ലേ? 170. മട്ടൻ ബിരിയാണിക്ക് 250 മക്കളെ തിന്നാൻ വരരുതേ. പക്ഷെ ക്വാണ്ടിറ്റി കുറവാണ്. ക്വാണ്ടിറ്റി തീരല്ല. പക്ഷെ അച്ചാറില്ല, വെറുതെ അതിന് മാത്രമേ ഉള്ളൂ. അച്ചാർ നിങ്ങൾ വാങ്ങിയിട്ട് വരേണ്ടത് ഗൈസ്. ഒരാൾക്ക് കഴിക്കാനുള്ളതില്ല. ഓക്കെ, കുട്ടിക്ക് കഴിക്കാനുള്ളതുണ്ട്. നമ്മൾ സ്ട്രീറ്റ് ഫുഡിന് ടെസ്റ്റ് ചെയ്യാൻ പോകും ഗൈസ് നൈറ്റ്. ഗൈസ് ഞങ്ങളിവിടെ കറങ്ങാൻ വന്നിരിക്കുകയാണ്. ഇതൊരു ലേക്കുണ്ട് അല്ലേ?
കൊടൈക്കനാൽ ലൈക്കിന് ചുറ്റോറും. എത്ര എത്ര ഗൈസ് ഇവിടെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്. എല്ലാം ക്ലോസ് ആയി. എല്ലാം 9 മണിയാകുമ്പോഴേക്കും ക്ലോസ് ആയി. യെസ്, കൊടൈക്കനാൽ വന്നോണെങ്കിൽ നേരത്തെ വരിക. അന്ന് ഞങ്ങൾ ഊട്ടി പോയപ്പോൾ മോർണിംഗ് അവിടെ 7 മണിക്ക് ഒരു 8 മണി 9 മണി കൂടെ എത്തിക്കഴിഞ്ഞാൽ പരിപാടി നടക്കും ഗൈസ്. ആരാണാ പോകുന്നേ ഗൈസ്? ഗൈസ് ശില്പ എവിടേക്കൊക്കെ കയറി ഓടുന്നുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ ഇടയ്ക്കൊക്കെ കയറി പോണു ഗൈസ്. ക്രിക്കറ്റ് കൊണ്ടുപോകണം. കുട്ടിയുണ്ടല്ലേ ഇതൊക്കെ യൂട്യൂബിൽ ക്ലോസ് ആയി ഗൈസ്. അതെന്തായാലും നന്നായി വെറുതെ കാണാനെങ്കിലും പറ്റിയത്. കുട്ടികളുടെ നമുക്ക് ആ ഗാർഡൻ്റെ അപ്പുറത്ത് പോകണ്ടേ? ഷട്ടർ അടിച്ചിട്ടോ അവര് ഗൈസ്. അപ്പം ഞങ്ങൾ കൊടൈക്കനാൽ ലൈക്കിൻ്റെ സൈഡിൽ കൂടി നടന്ന് ഫുട്പാത്തോടെ നടന്ന് ഫുൾ റൗണ്ട് കുറേ കടയുണ്ട് ഗൈസ്. എല്ലാ കടയിലും ഡ്രസ്സ് വയ്ക്കാം. ടൈം എത്രയായി? ടൈം 9:30 ഇനി തിരിച്ച് റൂമിലേക്ക് പോവാം. ചെറുതായി എന്തെങ്കിലും തട്ടിയിട്ട് പോവാം. എനിത്തിങ് കഴിക്കണം എന്നിട്ട് വേണം പോകാനായിട്ട്. പറഞ്ഞു വണ്ടി അവിടെ ഗൈസ്. ഇവര് ഫുട്പാത്തിൽ ചെറിയ കച്ചവടം നടത്തുന്നത്, ചെറിയ ഷട്ടർ ചെറിയ റൂമിൽ നടത്തുന്ന കച്ചവടക്കാരാണ്. ഇത് ആ വലിയ വാഹനത്തിലാണ് ഇപ്പോൾ ഗൈസ്. അപ്പോൾ ഇവിടെ അടുത്ത നല്ല ക്യാഷ് ഉണ്ടാക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ബോട്ടിംഗ് സവാരികൾ. അത് നേരത്തെ പോയ ഫുട്പാത്ത് ആ ഏരിയയാണ് ഗൈസ്. അവിടെ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ വെച്ചു. ഇവിടെ ഒന്നുകൊണ്ടും പോർച്ച് ഏരിയയാണ്, നമുക്ക് കൂടുതൽ പ്രൈസ് റൈറ്റ് വരുന്നത്. നമ്മുടെ വാഹനം അവിടെ അല്ലേ ഗൈസ്? നമ്മുടെ ബുള്ളറ്റ് കാണും ഗൈസ്. വണ്ടി അവിടെയാണ്, നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് നമ്മൾ അവിടെ നിർത്തിയത്. ഹെൽമെറ്റ് വണ്ടി വെച്ചിട്ടുണ്ട്, അങ്ങനെ പോയി നോക്കാം ഗൈസ്. ബുള്ളറ്റ് അവിടെ കാണുന്നുണ്ട്. ഹെൽമെറ്റ് അപ്പുറത്തെ സൈഡാണ് ഞാൻ ബുദ്ധിപൂർവ്വം വെച്ചിരിക്കുന്നത്. ബുദ്ധി MLA വരുന്നുണ്ട് ഗൈസ്. ഭയങ്കര MLA എന്ന പോലെയാണ് ഗൈസ്. അപ്പോൾ കൊടൈക്കനാലിലത്തെ നൈറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യണം? നേരെ ഫുഡ് കഴിച്ചിട്ട് റൂമിലോട്ട് പോകണം. ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൗണിൽ റൂം കിട്ടാൻ ഭയങ്കര റേറ്റാണ് ഗൈസ്. 1500, 2000, 2500 ഒക്കെ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? ഓയിൽ സെർച്ച് ചെയ്തപ്പോൾ എന്നതിൻ്റെ പേര് 499 ഓക്കെ, ഒരു 600-നുള്ളിൽ നല്ല റൂം കിട്ടി. പക്ഷെ കുറച്ച് ഉള്ള ഏരിയയിലാണ്, കുറച്ച് ട്രക്കിംഗ് ഒക്കെ പോകുന്നൊരു ഇതിൽ റൂം എടുത്തു. പൊള്ളിയാണ് ഗൈസ്, നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം. അപ്പോൾ അവിടെ പോകുമ്പോൾ ലേറ്റ് ആകാൻ പാടില്ല, അപ്പോൾ നേരത്തെ പോവാം. അപ്പോൾ ഓക്കെ, ബൈ. നെക്സ്റ്റ് ബോട്ട്
ടോപ്പിലാണല്ലേ പൊളി പൊളിയല്ലേ പൊളി ബിരിയാണി റൈസാണ് സാധാ റൈസാണ്. ചിക്കൻ ദോശ റൈസ് അങ്ങനെയുണ്ട്. ദോശ അടിപൊളി, ചമ്മന്തി ഒക്കെ സെറ്റ്. കറുത്ത് പറിച്ചു ഗൈസ്. ഈ ചക്കനെ അഭിനയിക്കാൻ വിചാരിച്ചെന്റെ കൈകളൊക്കെ കട്ടയായിരിക്കും. ആ ജോലിക്കാരന് മനസ്സിലായിട്ട് എനിക്ക് മനസ്സിലായില്ല. അയാൾ ഒന്ന് ചുരുള ഇത് മണ്ടക്കാണേ, റൂഫ് ടോപ്പിലാണ് റൂം അല്ലേ. അടിപൊളി ഫുഡിങ് കഴിഞ്ഞു. നേരെ റൂമിലേക്ക് പോകണം ഗ്യാസ്. ഗ്യാസ് അടിപൊളി റൈസും ദോശ കൊടൈക്കനാൽ അടിപൊളി. അത് ഒതുക്ക മുകളിൽ നിന്നാണ് വരിക, ഉണ്ടാവും സെൻസറാണ്. കംപ്ലൈൻ്റ് ആണ് ഗ്യാസ്. ബക്കറ്റ് വെച്ചിരിക്കണം. റൈഡേഴ്സ് കണ്ണാപ്പി സ്പൂണ് ഗ്യാസ്, റൈഡേഴ്സ് സ്പൂണ്. നമ്മളെ വണ്ടി നിൽക്കണു. ഇതൊരു ഹോളാണ്. ഇതുപോലത്തെ ഒരുപാട് വില്ലാസ് ഉണ്ട്. ഇത് കയറി പോകുന്നത് ഹാളിലോട്ടാണ്. ഹാളിൽ ചെറിയൊരു കിച്ചൺ സ്പേസ് ഉണ്ട്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. എൻ്റെ ഒരു റൂം ഞാൻ നേരത്തെ കാണിച്ചതെന്ന റൂമാണ്. പിന്നെ സ്റ്റെയർ കയറി മുകളിൽ 2 റൂമാണുള്ളത്. അതിൽ ഈ നേരെ കാണുന്ന നമ്മൾ ഞങ്ങൾ TV മൂഞ്ചിച്ചു ഗ്യാസ്. നല്ല കബോർഡുണ്ട്, ബെഡ് സെറ്റാണ് ഗ്യാസ്. ഓ വ്യൂ അന്ന വ്യൂ. ഇത് സെയിം വില്ലയാണ് ഗ്യാസ്. കോട്ടേജ് ബാത്റൂം ഉണ്ട്, ഹീറ്റർ. ഗുഡ് നൈറ്റ്. അപ്പം ഞങ്ങൾ കൊടൈക്കനാൽ വന്നു, കറക്കം കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, സെറ്റായി. ഇനി കിടന്ന് ഉറങ്ങുന്ന. രാവിലെ 11 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ രാവിലെ 10 മണിക്ക് 11 മണിക്കൂടെ 12 മണിക്കൂടെ എത്താമെന്ന് വിചാരിച്ച് കൊടൈക്കനാൽ. പക്ഷേ വീട്ടിൽ നിന്ന് ഒരു 8 മണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ പിന്നെ കൊടൈക്കനാൽ എത്തിയപ്പോഴാണെന്ന് അറിയാമോ 3:30 കയറ്റാം. അപ്പോൾ അത് വൻ സീന. കൊടൈക്കനാൽ ഇടുകയാണെങ്കിൽ രാവിലെ നേരത്തെ ഇവിടെ എത്തണം, എന്നിട്ട് ഇവിടെ മൊത്തം കറങ്ങി കാണണം. എന്നാൽ ഒരു ദിവസം കൊണ്ട് പോവാം. ഞാൻ നോക്കട്ടെ, എങ്ങനെയാണ് പ്ലാനിങ് അറിയില്ല. ബാക്കി പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു, ബൈ ബൈ.